ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഞാനൊരു ഉപ്പുമാവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉപ്പുമാവിൻ്റെ റെസിപ്പി നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി വന്നതാണ്. ആദ്യമായി ആവശ്യമുള്ള സാധനങ്ങൾ: റവ, സവാള അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, കടുക്, വെളിച്ചെണ്ണ, തേങ്ങ ചിരകിയത്. പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലാത്ത 2 ഐറ്റംസ് ഉണ്ട്: ക്യാരറ്റും ഇഞ്ചിയും. ക്യാരറ്റ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഇഞ്ചി ഇവിടെ മക്കൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇഞ്ചി ഇടാറില്ല. സാധാരണ ഉപ്പുമാവ് ഞാൻ ഇഞ്ചി ഇടാറില്ല. ഇഞ്ചി സാധാരണ എല്ലാവരും ചേർക്കുന്നതാണ്. ആദ്യമായിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിച്ച് കറിവേപ്പില ഇടുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും കൂടി ഇട്ട് നന്നായി വഴറ്റുക. രാവിലെ സ്കൂളിലുള്ള ടൈമിൽ ഒരു എളുപ്പപ്പണി എന്ന് വേണമെങ്കിൽ പറയാം ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ അല്പം പഞ്ചസാര ചേർത്തോ അല്ലെങ്കിൽ ഒരു പപ്പടം കൂട്ടി അല്ലെങ്കിൽ ഒരു പഴം ഉണ്ടെങ്കിൽ പഴം കൂട്ടി ഉപ്പുമാവ് കുട്ടികൾ കഴിക്കുക. ഇനി പ്രത്യേകിച്ച് കറിയൊന്നും നമുക്ക് ഉണ്ടാക്കണ്ട. കറി കൂട്ടി കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ്, പഞ്ചസാരയോ പഴമോ പപ്പടമോ ഒക്കെ ചേർത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് നല്ല ഇഷ്ടവുമാണ്. നന്നായി വഴണ്ടു വന്നതിന് ശേഷം ഇതിനകത്തോട്ട് അല്പമല്ല ആവശ്യത്തിന് വെള്ളം ചേർക്കുക. വെള്ളം ചേർത്തിട്ട് അതിലോട്ട് ഉപ്പിടുക. ഉപ്പ് നമുക്ക് ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഇതിന് ശേഷം റവ ഇട്ടതിന് ശേഷം പിന്നീട് ഉപ്പൊന്നും ഇടാൻ പറ്റത്തില്ല. വെള്ളത്തിനകത്തോട്ട് ഉപ്പിട്ടിട്ട് നമ്മളത് ഉപ്പ് കണക്കിനുള്ളതാണോ പരുവത്തിനുള്ളതാണോ എന്ന് നമ്മൾ നോക്കണം. കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം തേങ്ങ ചിരവിയതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക. നന്നായി വെട്ടിത്തിളച്ച് വരുമ്പോൾ റവ കൂടി ചേർത്ത് നന്നായി ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം അടപ്പ് തുറന്ന് നന്നായി ഇളക്കി എടുത്ത് കട്ടകളെല്ലാം ഉടച്ച് എടുത്തതിന് ശേഷം നല്ല സ്വാദിഷ്ടമായ നല്ല ഉപ്പുമാവ് ഇവിടെ റെഡിയായി. അപ്പോൾ ഉപ്പുമാവ് ഇഷ്ടമല്ലാത്ത പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് ഉപ്പുമാവൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഉപ്പുമാവും പുട്ടും ഒന്നും എനിക്കിഷ്ടമല്ല. അത് പുട്ട് കഴിക്കണമെങ്കിൽ കടലക്കറി നിർബന്ധമായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ മക്കൾക്ക് അങ്ങനെയൊന്നുമില്ല. മക്കൾക്ക് ഉപ്പുമാവും പുട്ടുമൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.